മഹല്ല് കമ്മിറ്റികൾ സംവിധാനം ഒരുക്കുമ്പോൾ നിങ്ങൾ നന്നായി സഹകരിക്കണം. അതുപോലെ തന്നെ നല്ല പുണ്യമുള്ള കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ ഒരു റമദാൻ മാസത്തിൽ കടയൊക്കെ അടച്ചിട്ട് അതാ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടൊരു ഭക്ഷണം കഴിച്ച് രാത്രികാലങ്ങളിൽ വന്ന് പള്ളിയിൽ കൂടിക്കോ. എത്തിക്കാഫിന്റെ കൂലിയില്ലേ, ഒന്ന് ഖുർആൻ ഓതിയിട്ട് കഴിച്ചു കൂട്ടിക്കൂടെ. എന്നിട്ട് നാല് നല്ല മനുഷ്യന്മാരിറങ്ങട്ടെ. പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്ന ആളുകൾക്ക് നോമ്പ് നോക്കാനുള്ള ഭക്ഷണം, അത്താഴത്തിന്റെ ഭക്ഷണം, നമ്മുടെ പള്ളി ഒന്ന് ഹയാത്താകട്ടെ. ഇപ്പൊ നേരത്തെ തറാവിയൊക്കെ കഴിയും, പഴയതുപോലെ തന്നെ പള്ളി കൂട്ടി 10 മണിക്ക് ഉസ്താദും പോയി മുഅദ്ദിനും പോയി. അങ്ങനെയാകരുത്. റമദാൻ മാസമാകുമ്പോ നമ്മുടെ പള്ളി ഹയാത്താകണം. അതുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒരുങ്ങണം. രാത്രിയിൽ തറാവിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി വേണമെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് തിരിച്ചു വന്ന് പള്ളിയിൽ ഇരിക്കുക. എന്നിട്ട് പരമാവധി സമയം ഖുർആൻ ഓതുക, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലുക. കുറച്ചു സമയം ഇരിക്കുമ്പോൾ ഉറക്കം വന്നാൽ അതോടുകൂടി ഉറങ്ങിയാലും ഇഅ്തികാഫിന്റെ കൂലി നഷ്ടമല്ല. അങ്ങനെ ഈ പള്ളി ഒന്ന് ഹയാത്താക്കണേ. വസല്ലാ ലില്ലാഹി വന്നാസു നിയാം. ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നവർ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ ഖൗഫൻ വതമആ. രാത്രിയാകുമ്പോൾ അവന്റെ വായിൽ നിന്ന് കിടക്കയിൽ നിന്ന് പൊടി തപ്പി എഴുന്നേറ്റു. എന്തിനാണ്? ആരെയും ബോധിപ്പിക്കാനല്ല, അല്ലാഹുവിനെ ഭയന്നു. ഖൗഫൻ വതമആ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിൽ ആശ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ആളുകൾ അവർ മുത്തഖീങ്ങളായ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ രാത്രി മുഴുവനും അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ.